ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡൈലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഡൈലക്ട്രിക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈലക്ട്രിക്സ്, പിന്നെ അതിനകത്തുള്ള കുറച്ച് റിലേഷൻസ്, പിന്നെ ആദ്യം തന്നെ എന്താണ് ഡൈലക്ട്രിക് മെറ്റീരിയൽ അല്ലെങ്കിൽ എന്താണ് ഡൈലക്ട്രിക്സ് എന്നുള്ളത് നമ്മൾ അറിയണം അല്ലേ. വാട്ട് ഈസ് എ ഡൈലക്ട്രിക് എങ്കിലേ നമുക്ക് വാട്ട് ഈസ് പോളറൈസേഷൻ ഒക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബേസിക്കലി ഡൈലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ ഫിസിക്സ് പഠിച്ച സമയത്ത് കപ്പാസിറ്റർ ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്, ഡൈലക്ട്രിക്സ് എന്നൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. ഡൈലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയൽസിനെ കണ്ടക്ടിവിറ്റിയുടെ ബേസിസിൽ നമ്മൾ എന്താ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ആരൊക്കെയാ, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള മെറ്റീരിയൽസ് ആണ്. ആപ്റ്റ് ആയിട്ടുള്ള അവരുടെ ബാൻഡുകൾ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, അതുകൊണ്ട് തന്നെ അവർ കണ്ടക്ട് ചെയ്യും. ഓൺ ദ അതർ ഹാൻഡ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഫ്രീ ഇലക്ട്രോൺസ് കാണില്ല. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ, കണ്ടക്ഷൻ ബാലൻസ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് തന്നെ കണ്ടക്ഷൻ പോസിബിൾ അല്ല, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്. നമ്മൾക്കിപ്പം എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫ്രീ ഇലക്ട്രോൺസ് കാണുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം അതേപോലുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പം ഡൈലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. ഒരു ഇൻസുലേറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഡൈലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിനെയാണ് നമ്മൾ ആക്ച്വലി ഡൈലക്ട്രിക്സ് അല്ലെങ്കിൽ ഡൈലക്ട്രിക് മെറ്റീരിയൽ എന്ന് വിളിക്കുക. ഓക്കെ, അവർ പുവർ കണ്ടക്ടേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ദേ ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. പിന്നെ ഡൈലക്ട്രിക്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക പ്ലാസ്റ്റിക്സ്, ഗ്ലാസ്, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ് സാമ്പിൾസ്, ഇവരൊക്കെയാണ് ഡൈലക്ട്രിക് മെറ്റീരിയൽസ്. അപ്പം ബേസിക്കലി ഡൈലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് എ നോൺ കണ്ടക്ടിങ് ഓർ ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ ഡൈലക്ട്രിക്സിനെ യൂസ് ചെയ്യുക. ഓക്കെ, ഇനിയും നമുക്ക് ഇവരുടെ നേച്ചർ അനുസരിച്ചിട്ട് ഡൈലക്ട്രിക്സ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. പോളാർ ഡൈലക്ട്രിക്സും നോൺ പോളാർ ഡൈലക്ട്രിക്സും, അല്ലെങ്കിൽ നമുക്ക് പോളാർ മോളിക്യൂൾസ്, നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് പോളാർ ഡൈലക്ട്രിക്സ്, എന്താണ് നോൺ പോളാർ ഡൈലക്ട്രിക്സ്, അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനിയും പോളാർ ഡൈലക്ട്രിക് മോളിക്യൂൾ അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഡൈലക്ട്രിക്സ് 2 ടൈപ്സ് ഉണ്ട്, പോളാറും നോൺ പോളാറും. അപ്പം എന്താണ് ആദ്യം പോളാർ എന്താണ് നോൺ പോളാർ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡയപോളിനെ പറ്റിയിട്ടാണ്. ഡയപോളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്താ ഡയപോൾ? ഞാനിവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ട് ഡു യു മീൻ ബൈ ഡയപോൾ? ഡയപോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു പ്ലസ് ക്യൂ ചാർജിനെ കൊണ്ടുവച്ചു. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു മൈനസ് ക്യൂ ചാർജിനെ കൊണ്ടുവച്ചു. എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജിനെയും ഒരു നെഗറ്റീവ് ചാർജിനെയും കൊണ്ടുവച്ചു. ഓക്കെ, ഈ ചാർജുകളുടെ പ്രത്യേകത എന്താ, ഇവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലെ, രണ്ടുപേരും എന്താ ക്യൂ തന്നെയാണ്. ഇപ്പം ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് +2 കുളം ചാർജ് ആണെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്നത് -2 കുളം ചാർജ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും സെയിം ആയിട്ടുള്ള പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള 2 ചാർജസിനെയാണ് നമ്മളിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യുമെന്നറിയാം. പക്ഷേ ഇവിടെ ഇവരെന്ത് ചെയ്യുന്നില്ല, ഇവർ അട്രാക്ഷൻ നടക്കുന്നില്ല. കാരണം എന്താ, ഇവരെ ആ ഒരു അട്രാക്റ്റിംഗ് ഫോഴ്സിൽ നിന്നും എന്താ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക അല്ലെ. ഡി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനും സെയിം മാഗ്നിറ്റ്യൂഡുമുള്ള 2 ചാർജസിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കുന്നത്. കണ്ടോ, 2 പോളുകൾ, അതിനാണ് മീനിങ് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പം ഡൈപോൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി വാട്ട് ഈസ് ഡൈപോൾ മൊമെന്റ്? എന്താണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ, ഡൈപോളിന്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ്, ഈ ഡൈപോളിന്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് വിളിക്കുന്നത്. ഇതിനെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം, ഡൈപോൾ മൊമെന്റ് P is equal to ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, എനി ഓഫ് ദി ചാർജ്, രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണല്ലോ, അപ്പൊ ഏതെങ്കിലും ഒരു ചാർജ് Q എടുക്കുക, ഓക്കെ, ഇൻറ്റു 2D.
2D, ഇവരുടെ സെപ്പറേഷനെയാണ് നമ്മൾ 2D എന്ന് പറയാം. ഞാനിവിടെ ഡീനെ എഴുതിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 12th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ സെപ്പറേഷൻ 2D എന്നാണ് പഠിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ ബൈ മിസ്റ്റേക്ക് 2D എന്ന് എഴുതിയത്. നിങ്ങൾക്കത് D എന്നാക്കാം, പ്രശ്നമില്ല. ചില ടെക്സ്റ്റ് ബുക്കിൽ X എന്ന് കൊടുക്കും ഈ ഡിസ്റ്റൻസിനെ, ചില ടെക്സ്റ്റ് ബുക്കിൽ 2D എന്ന് കൊടുക്കും ഈ ഡിസ്റ്റൻസിനെ. അപ്പം നിങ്ങളിതൊരു ഡിസ്റ്റൻസ് ആണെന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. 2 ഇവിടെ നിന്ന് അങ്ങ് മാറ്റിയേക്കണം. ഞാൻ പിന്നെ അത് കട്ട് ചെയ്തോളാം. ഓക്കെ, ഇനി ഇതിന്റെ യൂണിറ്റ് നോക്കിക്കേ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂവിന്റെ യൂണിറ്റ് നമുക്കറിയാം, ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ യൂണിറ്റ് കൂളംബ് മീറ്റർ. അപ്പൊ എന്താണ് ഡയപോൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം വാട്ട് ഈസ്, ഇനി നമുക്ക് പഠിക്കാം എന്താണ് പോളാർ മോളിക്യൂൾ, എന്താണ് നോൺ പോളാർ മോളിക്യൂൾ. ഓക്കെ, അപ്പൊ പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പെർമനന്റ് ഡയപോൾ മൊമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡയപോളുകൾ ഉള്ള ഒരു മോളിക്യൂളിനെയാണ് നമ്മൾ പോളാർ മോളിക്യൂൾസ് എന്ന് വിളിക്കാം. ഇവരുടെ സ്ട്രക്ചർ അങ്ങനെയാ. അതേ കണ്ടോ, നിങ്ങൾക്ക് ഇപ്പം എക്സാമ്പിൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. വാട്ടർ H2O. H2യുടെ പ്രത്യേകത എന്താ? ഇവിടെ 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ട്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള 2 ഹൈഡ്രജൻ മോളിക്യൂളും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ മോളിക്യൂളും ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ഓക്സിജന്റെ സെന്റർ ഓഫ് മാസിൽ നിന്നും, അല്ലെങ്കിൽ ഇതിന്റെ ആ സെന്റർ പോയിന്റിൽ നിന്നും ഹൈഡ്രജന്റെ സെന്റർ പോയിന്റിൽ നിന്നും നമുക്ക് എന്തുണ്ട്? ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്കറിയാം, ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d ആണെങ്കിൽ അതിനെ നമ്മൾ ഡയപോൾ എന്നാ വിളിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എന്തുണ്ട്? ഒരു ഡയപോൾ മൊമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡയപോൾ ഉണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡയപോൾ മൊമെന്റ് ഉള്ള ഒരു മോളിക്യൂളിനെയാണ് നമ്മൾ പോളാർ മോളിക്യൂൾ അല്ലെങ്കിൽ പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ H2O, HCl, ഇതൊക്കെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ പറയാം. ഇനി നിങ്ങൾ നോൺ പോളാർ മോളിക്യൂൾ നോക്കിക്കേ. നോൺ പോളാർ മോളിക്യൂളിന്റെ പ്രത്യേകത എന്താ? അപ്പം ഇവിടെ ഒരു ഡയപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കണ്ടോ? കാരണം എന്താ? ഇവരുടെ എക്സാമ്പിൾസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. H2, N2, O2, ഇതൊക്കെ എന്താ? ഇവരുടെയൊക്കെ കൊവാലന്റ് അല്ലേ? ഇവരൊരു ഈക്വൽ ഷെയർ ചെയ്തല്ലേ നിൽക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇവരുടെ സെന്റേഴ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് തന്നെ ഇവരുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അല്ലെങ്കിൽ ആ സെന്റർ ഓഫ് മാസിൽ നിന്നും ഇപ്പം ഈ എന്നിൽ നിന്നും മറ്റേ എന്നിലേക്ക് എന്തില്ല? എൻ ആറ്റത്തിൽ നിന്ന് മറ്റേ എൻ ആറ്റത്തിന്റെ സെന്ററിലോട്ട് എന്തില്ല? ഒരു ഗ്യാപ്പ് ഇല്ല അല്ലെ? ഒരു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇല്ല. ഇവിടെ സെന്റേഴ്സ് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുക. അപ്പൊ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അവിടെ എന്തില്ല? ഡയപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡയപോൾ മൊമെന്റ് ഇല്ല. അപ്പം നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തില്ല? ഒരു എക്സിസ്റ്റിംഗ് ഡയപോൾ ഇല്ല, ഡയപോൾ മൊമെന്റ് ഇല്ല. പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അവരുടെ 2 പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മോളിക്യൂൾസ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഉള്ളത് കൊണ്ട് അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡയപോൾ ഉണ്ട്, ഓൾറെഡി അവിടെ ഒരു ഡയപോൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ ഇനി നമുക്ക് ഡൈലക്ട്രിക്സിന്റെ ബിഹേവിയർ നോക്കാം. ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് ഈ ഡൈലക്ട്രിക്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് പോളറൈസേഷന്റെ ഒരു കൺസെപ്റ്റ് കിട്ടുന്നത് കേട്ടോ. പക്ഷെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം നമുക്ക് എന്ത് നോക്കാം? ഡൈലക്ട്രിക്സിനെ, നമ്മൾ ഈ പോളാർ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസിനെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തപ്പോൾ ഇവരെങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡിനകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഡൈലക്ട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഇൻസുലേറ്റർ ആണ് ടു ആൻ എക്സ്റ്റെന്റ് അല്ലെ? ഒരു പർട്ടിക്കുലർ എക്സ്റ്റെന്റ് വരെ ഇവർ ഇൻസുലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ പോളാർ ഡൈലക്ട്രിക്സിന്റെ കേസിൽ നമ്മൾ എന്താ പഠിച്ചത്? പോളാർ ഡൈലക്ട്രിക്സിന്റെ കേസിൽ അവരുടെ മോളിക്യൂൾസിന്റെ സെന്റേഴ്സ് അല്ലെ? ഇപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂളും നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂളിന്റെയും സെന്റേഴ്സ് തമ്മിൽ എന്തുണ്ട്? ഒരു സെപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? ഒരു പെർമനന്റ് ഡയപോൾ ആയിട്ട് അവർ എക്സിസ്റ്റ് ആകുന്നുണ്ട്. അവർക്ക് ഓൾറെഡി ഡയപോൾ ഉണ്ട്, ഒരു ഡയപോൾ മൊമെന്റും ഉണ്ട് അല്ലെ? പക്ഷേ ഈ ഡയപോളുകളുടെ പ്രത്യേകത എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇവർക്ക് ഓൾറെഡി ഇത് കണ്ടു, ഡയപോൾ ആയിട്ട് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് അവരുടെ സെന്റർ തമ്മിൽ ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ഇവര് ഭയങ്കര റാൻഡം ആയിട്ടായിരിക്കും ഓറിയന്റ് ചെയ്തിരിക്കുക. ഒരു നമ്മളൊരു ക്രിസ്റ്റൽ എടുക്കുവാണെങ്കിൽ ആ ക്രിസ്റ്റലിനകത്ത് ഇവര് ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, ഇവിടെ എല്ലാം ഡയപോൾസ് ഉണ്ട്. ഇവരെല്ലാം പല ഡയറക്ഷനിൽ ഡയപോൾ ആയിട്ട് തന്നെ നിൽക്കും, പക്ഷെ ഇവർ ഡിഫറെന്റ് ഡയറക്ഷൻസിൽ ഇങ്ങനെ ഓറിയന്റ് ചെയ്തിരിക്കുക.
അപ്പൊ നമ്മൾ നെറ്റ് ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ ഇവരുടെ ഡൈപോൾ മൊമെന്റ് എല്ലാം കൂടി കൂട്ടുകയാണ്. അപ്പൊ ഓരോ ഡിഫറെന്റ് ഓറിയന്റേഷനിലല്ലേ നിൽക്കുന്നത്. അപ്പം ഈ ഒരെണ്ണത്തിനെ മറ്റേത് ക്യാൻസൽ ഔട്ട് ചെയ്യും. അങ്ങനെ ഓറിയന്റേഷൻസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഒരാളെ മറ്റൊരാൾ ക്യാൻസൽ ചെയ്യും, അടുത്ത ആളെ മറ്റൊരാൾ ക്യാൻസൽ ചെയ്യും. അങ്ങനെ എല്ലാം കൂടി ക്യാൻസൽ ആയി പോകുമ്പോഴത്തേക്ക് ഇവരുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഇൻ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സമയത്ത് ഇവരുടെ ഡൈപോൾ മൊമെന്റുകളെ എല്ലാം കൂടെ നമ്മൾ P is equal to Q into 2D എന്ന് നമ്മൾ ഇക്വേഷൻ പറഞ്ഞല്ലേ. അങ്ങനെ ഓരോ ഡൈപോളിന്റെയും സ്ട്രെങ്ത് എല്ലാം കൂടിയിട്ട് ഡൈപോൾ മൊമെന്റ് എല്ലാം കൂടി നമ്മൾ എടുക്കും. എന്നിട്ട് എല്ലാം കൂടി പ്ലസ് ചെയ്യും. പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. ഇൻ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഡൈപോൾ ഉണ്ട്, പക്ഷെ എല്ലാം കൂടി റാൻഡം ആയിട്ട് ഓറിയന്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്തായിട്ട് മാറുന്നത്? ഇൻ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്നത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഡൈപോൾ മൊമെന്റ് ഇല്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. ഡൈപോൾ ഉണ്ട്, ഡൈപോൾ മൊമെന്റും ഉണ്ട്, പക്ഷെ എല്ലാവരും റാൻഡം ആയിട്ട് ഓറിയന്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഒരാളുടെ എഫക്റ്റിനെ അടുത്ത ആൾ ക്യാൻസൽ ചെയ്യും. അങ്ങനെ എന്താവും? നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിട്ട് മാറും. പക്ഷേ ഇനിയും നമ്മൾ ഇവരെ കൊണ്ടുവന്ന് ഇലക്ട്രിക് ഫീൽഡിന് അകത്തേക്ക് വെക്കുകയാണെന്ന് വെച്ചത്, ഇവിടുത്തെ രണ്ടാമത്തെ ഫിഗർ നോക്കിക്കേ. E is equal to 0യുടെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രിക് ഫീൽഡ് 0 ആയി. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലസും മൈനസും ഒക്കെ ഇട്ട് വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റിനെ കൊണ്ടുവന്ന് ഇപ്പുറത്തെ സൈഡിൽ വെക്കും. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോളാർ ഡൈലക്ട്രിക് അല്ലെങ്കിൽ പോളാർ മോളിക്യൂളിനെ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്നും. അപ്പൊ നമ്മളൊരു പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നതെന്ന് നമുക്കറിയാം അല്ലെ. അതാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. അപ്പൊ അടുത്ത സ്ലൈഡിൽ നോൺ പോളാർ പഠിക്കുമ്പോൾ ഞാൻ ഇനി ഇത് വരയ്ക്കത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ കാണിച്ചത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനകത്തോട്ട് നമ്മൾ ഈ പോളാർ ഡൈലക്ട്രിക്സ് അല്ലെങ്കിൽ പോളാർ മോളിക്യൂളിനെ കൊണ്ട് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ റാൻഡം ആയിട്ട് പല ഡയറക്ഷനിലോട്ട് ഓറിയന്റ് ചെയ്തിരുന്ന നമ്മുടെ ഡയപോളുകൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ആയിട്ടുള്ള അവരുടെ ഏരിയാസ് എല്ലാം നമ്മുടെ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക്, ഇതേ കണ്ടോ, ഈ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് നെഗറ്റീവ് കണ്ടോ, ഇവിടെ എല്ലാം ഒരേ ഡയറക്ഷനിൽ എല്ലാവരും ഓറിയന്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തോട്ട് ഡയപോളുകളുടെ നെഗറ്റീവ് എല്ലാം വന്ന് നിൽക്കാൻ തുടങ്ങും, അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കും. നെഗറ്റീവ് പ്ലേറ്റിന്റെ അവിടോട്ട്, ഇതേ കണ്ടോ, ഈ നെഗറ്റീവ് പ്ലേറ്റിന്റെ അവിടോട്ട് നമ്മുടെ ഡയപോളിന്റെ പോസിറ്റീവ് ഫേസ് ചെയ്ത് നിൽക്കാൻ തുടങ്ങും. അപ്പൊ എല്ലാവരുടെയും ഡയറക്ഷൻ എന്താവും? ഒരേ സ്ഥലത്തേക്കാവും അല്ലെ. ഡയപോൾസ് ഒക്കെ ഒരേ രീതിയിൽ നമ്മുടെ അടുക്കി വെച്ചേക്കുന്നത് പോലെ ഒരേ രീതിയിൽ ഒരേ ഡയറക്ഷനിൽ ഇവർ ഫേസ് ചെയ്ത് നിൽക്കും. അപ്പം ഇവിടെ നമ്മൾ ഇനിയും ഓരോ ഡയപോളിന്റെ മൊമെന്റുകൾ നോക്കിയിട്ട്, ഇപ്പൊ ഈ ഡയപോൾ ഓരോ ഡയപോൾസിന്റെയും മൊമെന്റ് നോക്കിയിട്ട് ടോട്ടൽ ഡയപോൾ മൊമെന്റ് നോക്കുമ്പോൾ ഇപ്പൊ 0 അല്ല അല്ലെ. ഇപ്പൊ ഒരു വാല്യൂ ഉണ്ട്, നമുക്ക് പെർമനന്റ് ഡയപോൾ ഉണ്ട് അവിടെ, ഒരു ഡയപോൾ മൊമെന്റ് ഉണ്ട് അവിടെ അല്ലെ. ഡയപോൾ മൊമെന്റ് ഇൻക്രീസ് ആവുക അല്ലെ. ഇപ്പൊ നേരത്തെ പല ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്ത് നിന്നതുകൊണ്ട് ഡയപോൾ മൊമെന്റ് 0 ആയി. ഇവിടെ പക്ഷെ എല്ലാവരും ഒരേ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്യുന്നു, നിരന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഡയപോൾ മൊമെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് പോളാർ ഡൈലക്ട്രിക്സിന്റെ ഡയപോൾ മൊമെന്റ് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് അവരുടെ ഡയപോൾ മൊമെന്റും കൂടുന്നു കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ നോട്ട് വായിച്ചു നോക്കുക. ഓക്കെ, നോൺ പോളാർ ഡൈലക്ട്രിക്സ്. ഓക്കെ, ഇനി നോൺ പോളാർ ഡൈലക്ട്രിക്സിന്റെ കേസ് നമ്മൾ എന്താ പറഞ്ഞത്? നോൺ പോളാർ ഡൈലക്ട്രിക്സിന്റെ കേസിൽ അവരുടെ ആ സെന്റേഴ്സ് തമ്മിൽ എന്തില്ല? സെപ്പറേഷൻ ഇല്ല, അവർ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുക. അത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. E is equal to 0യുടെ കേസ് നോക്കിക്കുക, നമ്മുടെ സാധാരണ കേസാണ്. പോസിറ്റീവ് സെന്ററും നെഗറ്റീവ് സെന്ററും എന്ത് ചെയ്തിരിക്കുക? കോയിൻസൈഡ് ചെയ്ത് നിൽക്കുക, ഗ്യാപ്പ് ഇല്ല. ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഒരു d ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തെങ്കിലല്ല നമുക്ക് ഒരു ഡയപോൾ മൊമെന്റ് ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ ഡയപോൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? ഡയപോൾ ഇല്ല, ഡയപോൾ മൊമെന്റ് ഇല്ല. പക്ഷേ ഇവരെ നമ്മൾ ഇനി എന്താ ചെയ്യുക? നമ്മൾ ഇവരെ കൊണ്ടുവന്ന് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിനകത്തേക്ക് വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വരയ്ക്കുന്നില്ല നേരത്തെ പോലെ, നിങ്ങൾ അത് മനസ്സിലാക്കിക്കോണം. ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്തേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? ഇവിടെ ആയിരിക്കും പോസിറ്റീവ് ചാർജസ് വരുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് പോസിറ്റീവ് പ്ലേറ്റ് ഇരിക്കുക, ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും നെഗറ്റീവ് പ്ലേറ്റ് ഇരിക്കുക കേട്ടോ.
പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോകുന്നു. അപ്പം ഈ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ സെന്റർ എന്ത് ചെയ്യും? കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന ഈ മോളിക്യൂൾസിന്റെ സെന്റേഴ്സ് ചെറുതായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യും അല്ലെ, ഒന്ന് മൂവ് ചെയ്യും, പുൾ ചെയ്യും. എങ്ങനെ പുൾ ചെയ്യും? പോസിറ്റീവ് പ്ലേറ്റിന്റെ എൻഡിലേക്ക് നമ്മുടെ ഡയപോളിന്റെ നെഗറ്റീവ്സ് എല്ലാം കൂടെ വന്ന് നിൽക്കും. നെഗറ്റീവ് പ്ലേറ്റിന്റെ എൻഡിലേക്ക് നമ്മുടെ ഈ മോളിക്യൂളിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ വന്ന് നിൽക്കും. ദേ കണ്ടോ? അപ്പം ആദ്യം ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കണ്ടീഷനിൽ ഇവർ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയപോൾ ഇല്ല, ഡയപോൾ മൊമെന്റ് ഇല്ല. പക്ഷേ നമ്മൾ ഇവരെ കൊണ്ടുവന്ന് ഇലക്ട്രിക് ഫീൽഡിനകത്തോട്ട് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡിന്റെ പോസിറ്റീവ് നെഗറ്റീവ് കാരണം ഇവരുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവും. അവരുടെ ആ സെന്റേഴ്സ് തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവും. എന്നിട്ട് നെഗറ്റീവ് ചാർജ് എല്ലാം പോസിറ്റീവ് പ്ലേറ്റിന്റെ അവിടോട്ടും പോസിറ്റീവ് ചാർജ് എല്ലാം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ നെഗറ്റീവ് പ്ലേറ്റിലേക്കും എന്ത് ചെയ്തിരിക്കും? സെപ്പറേറ്റ് ആവും. കണ്ടോ? അപ്പൊ ഇവിടെ എന്തായി? ഒരു ഡയപോൾ മൊമെന്റ് എറൈസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡയപോൾ എറൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ ദേ ആർ നോട്ട് ഡയപോൾ, ഡയപോൾ മൊമെന്റ് ഇല്ല. പക്ഷെ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുമ്പം ഇവർ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡയപോൾ ഉണ്ടാവുന്നു, ഡയപോൾ മൊമെന്റ് ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം സെപ്പറേറ്റിംഗ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ബൈ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പം പോളാർ മോളിക്യൂൾസിന്റെ കേസിൽ എന്തില്ല? സെപ്പറേഷൻ ഒന്നും നടക്കുന്നില്ല. ഓൾറെഡി അവിടെ എന്തുണ്ട്? സെപ്പറേഷൻ ഉണ്ട്, ഡയപോൾ ഉണ്ട്. നമ്മൾ അതിനെ കൊണ്ടുവന്ന് ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോഴത്തേക്ക് അവരുടെ ഓറിയന്റേഷൻ മാറുന്നു. റാൻഡം ആയിട്ട് ഓറിയന്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്നവരൊക്കെ ഒരേ ഡയറക്ഷനിൽ ഒന്ന് അടുക്കി അടുക്കി നിൽക്കുന്നു. അതേ ഉള്ളൂ അവിടെ വ്യത്യാസം. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ മോളിക്യൂൾസിന് ഡയപോളും ഇല്ല, ഡയപോൾ മൊമെന്റും ഇല്ല, ഒന്നുമില്ല. ഇവർ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയാണ്. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ ആ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്ന സെന്റർ എന്ത് ചെയ്യും? സ്പ്ലിറ്റപ്പ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്ന അവരൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡയപോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഏകദേശം നിങ്ങൾക്ക് പോളറൈസേഷൻ്റെ ഒരു ബേസിക് ഐഡിയ ഇപ്പം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഈസ് പോളറൈസേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളറൈസേഷൻസ് ആയിരിക്കും അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡൈലക്ട്രിക് പോളറൈസേഷൻ അല്ലെങ്കിൽ പോളറൈസേഷൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് ഡൈലക്ട്രിക് പോളറൈസേഷൻ എന്ന് പറയുന്നത്. നോൺ പോളാർ ഡൈലക്ട്രിക് മോളിക്യൂൾസിന്റെ കേസിൽ അവിടെ ഡയപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡയപോൾ മൊമെന്റ് ഇല്ല, ഇവരുടെ സെന്റേഴ്സ് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ഇവരെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് ഇവരുടെ സെപ്പറേഷൻ ഉണ്ടാവുന്നു അല്ലെ. സെന്റേഴ്സ് കോയിൻസൈഡ് ചെയ്ത് നിന്നവർ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് മൂവ് ചെയ്തു. ഇവരുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു ഡയപോള് ജനറേറ്റ് ആയി. ഡയപോള് ജനറേറ്റ് ആയിട്ട് ഇവരെല്ലാം ഒരേ ഡയറക്ഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ഡയപോൾ മൊമെന്റ് അല്ലെ, ടോട്ടൽ ഡയപോൾ മൊമെന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഓൾറെഡി കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്ന സെന്റേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തു ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട്. അതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കുക. ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല എന്താ? നമുക്കറിയാം ഡയപോൾ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിവിടെ പോളറൈസേഷൻ ഉണ്ടായി എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഡൈലക്ട്രിക് പോളറൈസേഷൻ അല്ലെങ്കിൽ സിംപ്ലി പോളറൈസേഷന് നമുക്ക് എന്ത് ഇക്വേഷൻ കൊടുക്കാം? പോളറൈസേഷൻ ക്യാപിറ്റൽ P ഇസ് ഈക്വൽ ടു ഡയപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം അല്ലേ. ഡയപോൾ മൊമെന്റിനെ നമ്മൾ സ്മോൾ p എന്ന് പറയും, ചിലയിടത്ത് മ്യൂ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അത് ഓരോ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, സ്മോൾ p ബൈ യൂണിറ്റ്. ഇനി നമുക്ക് നിങ്ങളുടെ മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ് റിലേഷൻ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് പല രീതിയിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റിനെ കണ്ടുപിടിക്കാം കേട്ടോ. നമുക്ക് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വെച്ചിട്ട് പല ഡെഫിനിഷൻസ് ഉണ്ട് ഡൈലക്ട്രിക് കോൺസ്റ്റന്റിന്. ഞാനിപ്പം തൽക്കാലം ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഡെഫിനിഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് പറഞ്ഞു തരിക. ഓക്കെ, നോക്കിക്കോ, നമുക്കറിയാം നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. കൂളംസിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ അവിടെ പറഞ്ഞത്? രണ്ട് ചാർജസിനെ ഒരു r ഡിസ്റ്റൻസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു വെച്ചു. ഇവര് പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് ചാർജസ് ആണ്. ഇപ്പൊ Q1 ഉം Q2 എന്ന് പറയുന്ന ഒരു രണ്ട് ചാർജ് വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r ആണെന്ന് വിചാരിക്കാം.
ഇപ്പം Q1ഉം Q2ഉം പോസിറ്റീവ് ചാർജസ് ആണ്, അല്ലെങ്കിൽ Q1ഉം Q2ഉം നെഗറ്റീവ് ചാർജസ് ആണെങ്കിൽ ഇവർ എന്ത് ചെയ്യും? പോസിറ്റീവ് ആണെങ്കിലും റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ആണെങ്കിലും റിപ്പൽ ചെയ്യും. അപ്പം അവിടെ എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ് ഉണ്ടാവുന്നത് രണ്ടുപേരും തമ്മിൽ. ഇനി അതല്ല, ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? അട്രാക്ഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഫോഴ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ എന്താ പഠിച്ചത്? F is equal to ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ is equal to 1/4 pi epsilon 0 Q1 Q2 by R square. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ എല്ലാവരും ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ രണ്ട് മീഡിയം ആണ് കൺസിഡർ ചെയ്യുക. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇപ്പം നമ്മൾ രണ്ട് ചാർജസ്, ഈ Q1നെയും Q2നെയും വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ ഇവിടെയാണ് കൊണ്ടുവയ്ക്കുക. ഇപ്പൊ Q1ഉം Q2ഉം വാക്വത്തിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ എയറിൽ ഇരിക്കുന്നു. ഓക്കെ, ഫ്രീ സ്പേസ് എന്നൊക്കെ നമ്മൾ പറയുന്ന കൺസെപ്റ്റ് അവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവുന്നു. ആ ഫോഴ്സിനെ ഞാൻ F0 എന്ന് കൺസിഡർ ചെയ്യും. കണ്ടോ, എയർ അല്ലെങ്കിൽ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഇവിടെ ഇരിക്കുവാണെങ്കിൽ F0 എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതിന്റെ ഫോഴ്സ് എന്താവും? 1/4 pi epsilon 0. അപ്പൊ epsilon 0 എന്ന് പറഞ്ഞാൽ എന്താ? epsilon 0 is the permittivity. ഓക്കെ, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസിൽ രണ്ട് ചാർജസ് ഇരിക്കുവാണെങ്കിൽ അവരുടെ പെർമിറ്റിവിറ്റി, ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിനെയാണ് നമ്മൾ എപ്സിലോൺ 0 എന്ന് വിളിക്കുന്നത്. ഇതിന്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം Q1 Q2 by R square. ഓക്കെ, അത് പറഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യാ? ഈ രണ്ട് ചാർജസിനെയും കൊണ്ടുവന്ന് ഒരു മീഡിയത്തിൽ വെക്കുക. വെറും മീഡിയം അല്ല, ഒരു ഡൈലക്ട്രിക് മീഡിയം. നമ്മുടെ ഒരു ഡൈലക്ട്രിക് മീഡിയത്തിൽ ഈ രണ്ട് ചാർജസിനെ ഫ്രീ സ്പേസിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇതിനെ ഒരു ഡൈലക്ട്രിക് മീഡിയത്തിലേക്ക് കൊണ്ടുവയ്ക്കുക. അപ്പം നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഞാൻ F എന്ന് കൺസിഡർ ചെയ്യുക ആ ഫോഴ്സിനെ. F is equal to 1/4 pi epsilon 0 ആരായിട്ട് മാറി? എപ്സിലോൺ ആയിട്ട് മാറി അല്ലെ? വാട്ട് ഈസ് എപ്സിലോൺ? എപ്സിലോൺ എന്ന് പറയുന്നതും എന്താ? പെർമിറ്റിവിറ്റി തന്നെയാണ്. പക്ഷെ മറ്റേത് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി ആയിരുന്നു. ഇത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, നമ്മുടെ ഡൈലക്ട്രിക് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ്. കണ്ടോ? അപ്പൊ എപ്പോഴും ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിനെയാണ് നമ്മൾ എപ്സിലോൺ 0 എന്ന് പറയുക. മീഡിയം അത് മാറ്റിയിട്ട് നമ്മളിപ്പം എയർ, ഗ്ലാസ്, വാട്ടർ ഇങ്ങനെ മീഡിയത്തിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് എപ്സിലോൺ 0 എന്തായിട്ട് മാറും? എപ്സിലോൺ ആയിട്ട് മാറും. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഇവിടെ നമ്മൾ ഡൈലക്ട്രിക് ആണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു ഡൈലക്ട്രിക് മീഡിയം എന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, Q1 Q2 by R square. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? നമുക്ക് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്താണെന്നാ വേണ്ടത് അല്ലേ? അപ്പൊ ഞാൻ ഈ ഫോഴ്സുകളുടെ റേഷ്യോ എടുക്കുന്നു. F0 by F എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുന്നു. F0 by F ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബാക്കിയെല്ലാം ഈക്വൽ ആണല്ലോ. 1 4 pi Q1 Q2 by R square. ഇതെല്ലാം കട്ടായി പോകും അല്ലെ? F0 by F ചെയ്യുന്ന സമയത്ത് Q1 Q2 4 pi ഇതെല്ലാം ക്യാൻസൽ ആയി പോകും, R square ക്യാൻസൽ ആയി പോകും. ബാക്കി ആരാ വരുന്നത്? F0യുടെ എപ്സിലോൺ 0യും നമുക്ക് വരും, എഫിന്റെ എപ്സിലോണും നമുക്ക് വരും അല്ലെ? അപ്പൊ F0 by F ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? എപ്സിലോൺ 0 by എപ്സിലോൺ എന്ന് കിട്ടും. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഡൈലക്ട്രിക് മീഡിയം. ഈ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? K അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കെയിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ചെയ്യും കേട്ടോ, മാറും. കാരണം എപ്സിലോൺ 0 ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അതിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല. പക്ഷെ എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയത്തിനനുസരിച്ച് മാറും അല്ലെ? ഇപ്പൊ എയർ ആണെന്നുണ്ടെങ്കിൽ എപ്സിലോണിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കാണും, മീഡിയത്തിന്റെ ഒരു വാല്യൂ. ഗ്ലാസ് ആണെങ്കിൽ അതിന്റെ, വാട്ടർ ആണെങ്കിൽ അതിന്റെ, ഇനി അതല്ല ഏതാണോ നമ്മൾ എടുക്കുന്ന ഡൈലക്ട്രിക് മെറ്റീരിയൽ അതിനൊരു വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ കെയുടെ വാല്യൂ നമ്മളിവിടെ നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക എന്താണ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. ഡൈലക്ട്രിക് കോൺസ്റ്റന്റിന് ഒരുപാട് ഡെഫിനേഷൻ ഉണ്ട്, നമുക്ക് പല രീതിയിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റിലേക്ക് എത്താം. അപ്പൊ എനിക്ക് ഈസി എന്ന് തോന്നിയ ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് കപ്പാസിറ്റൻസിന്റെ റേഷ്യോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ആ K എന്ന് പറയുന്നത് ലാസ്റ്റ് ഫൈനലി എന്തേ വരത്തുള്ളൂ? എപ്സിലോൺ 0 by എപ്സിലോൺ. ഇതായിരിക്കും ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ,
നെക്സ്റ്റ് നമുക്കിനിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളറൈസേഷൻസ് നോക്കാം. ജനറലി പോളറൈസേഷൻ 4 ടൈപ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിനകത്ത് 3 ടൈപ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇലക്ട്രോണിക് പോളറൈസേഷൻ, അയോണിക് പോളറൈസേഷൻ, ഓറിയന്റേഷൻ പോളറൈസേഷൻ ആൻഡ് ഇന്റർഫേഷ്യൽ പോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 4 ടൈപ്പ് ഓഫ് പോളറൈസേഷൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇതിന്റെ ഡെഫിനിഷൻസേ പറയുന്നുള്ളൂ ഇവിടെ. വാട്ട് ഈസ് ഇലക്ട്രോണിക്, എന്താണ് ഈ പോളറൈസേഷൻ, വിത്ത് ഡയഗ്രാം മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേഷൻസ് ഉണ്ട് കേട്ടോ, ലോങ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഉണ്ട് ഇലക്ട്രോണിക്കിനും അയോണിക്കിനും ഓറിയന്റേഷനും ഒക്കെ ഡെറിവേഷൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഡെറിവേഷൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെറിവേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡെറിവേഷനും കൂടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുവാണെങ്കിൽ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് പോകും. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ എന്താണ് വാട്ട് ഈസ് ദിസ് ടൈപ്സ് എന്നുള്ളത് ഡെഫിനേഷൻ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെസ്സേജ് ഉറപ്പായിട്ടും ചെയ്യുക. നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള പോളറൈസേഷൻ നോക്കാം, ഇലക്ട്രോണിക് പോളറൈസേഷൻ ഓർ അറ്റോമിക് പോളറൈസേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇലക്ട്രോണിക് പോളറൈസേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ആറ്റത്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാലോ, ഡൈലക്ട്രിക്സിന്റെ കേസിൽ നമുക്കറിയാം ഒരുപാട് ആറ്റംസ് ഉണ്ട്. ഒരു ഡൈലക്ട്രിക് ക്രിസ്റ്റലിനെ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു സോളിഡിനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ആറ്റം ഉണ്ട്. ആറ്റത്തിനകത്ത് എന്തുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആറ്റത്തിന് ഒരു സെന്റർ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോണിന്റെ ക്ലൗഡ് ഉണ്ട് അല്ലേ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആറ്റത്തിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡൈലക്ട്രിക് ഈ ഒരു ഡൈലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഇതിരിക്കുന്ന എങ്ങനെ, അത് ഇങ്ങനെ ആയിരിക്കും. ന്യൂക്ലിയസ് സെന്ററിൽ ഇലക്ട്രോൺസ് ഇതിന് ചുറ്റിനും കറങ്ങുന്നു അല്ലേ, ഇങ്ങനെയായിരിക്കും ഇരിക്കുക. പക്ഷേ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക, ഈ ഡൈലക്ട്രിക് മെറ്റീരിയലിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ആറ്റത്തിന് എന്ത് സംഭവിക്കും, ആറ്റം സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ന്യൂക്ലിയസ് എല്ലാം കൂടി ഒരു സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജസ് എല്ലാം കൂടി ഒരു സൈഡിലേക്കും, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന്റെ ആ ഒരു സൈഡിലേക്കും, നെഗറ്റീവ് ചാർജസ് എല്ലാം കൂടി എന്ത് ചെയ്യും, മറ്റൊരു സൈഡിലേക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിനൊരു പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷനിലേക്കായിരിക്കും നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇരിക്കുക. അപ്പൊ ആ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് ഇലക്ട്രോൺസ് പോവും, നെഗറ്റീവ് പ്ലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ആ നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് ന്യൂക്ലിയസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഡയപോൾ ജനറേറ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു ഡയപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇലക്ട്രോണിക് പോളറൈസേഷൻ അല്ലെങ്കിൽ അറ്റോമിക് പോളറൈസേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആറ്റത്തിനെയാണ് കേട്ടോ. അപ്പൊ ഡെഫിനേഷനകത്ത് തെറ്റരുത്, ആറ്റം എന്നുള്ളത് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയണം, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ. ഓക്കെ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇലക്ട്രോണിക് പോളറൈസേഷൻ. ഇനി നമുക്കിവിടെ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ പറയാം, ഇലക്ട്രോണിക് പോളറൈസേഷൻ P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമുക്ക് പറയാം അല്ലേ. കാരണം എന്താ, ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ പോളറൈസേഷൻ കൂടുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ പറയാം, P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E എന്ന് പറയാം. പിന്നെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കോൺസ്റ്റന്റിനെ ഇട്ട് കൊടുക്കാം, പോളറൈസേഷൻ കോൺസ്റ്റന്റ് അതിനെ നമുക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾ പറയാം കേട്ടോ, ഡെറിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡെറിവേഷൻ ചെയ്യുന്നത് കൂട്ടത്തിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഡെറിവേഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും മതി. അയോണിക് പോളറൈസേഷൻ. അയോണിക് പോളറൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ അയോൺസിനെ കൺസിഡർ ചെയ്യുന്ന കേസസിലുള്ള പോളറൈസേഷൻ ആണ് അയോണിക് പോളറൈസേഷൻ. അയോൺസ് ഇൻ ദ സെൻസ് എന്താ, നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ NaCl കൺസിഡർ ചെയ്യാം. NaCl സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ നമുക്കറിയാം ഇവിടെ Na എന്ന് പറയുന്നത് പോസിറ്റീവും ക്ലോറിൻ എന്ന് പറയുന്നത് നെഗറ്റീവും ആണ് അല്ലെ, അയോൺസ് ആണ് ഇവർ. അപ്പം അയോൺസ് തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമുക്കറിയാം. NaClന്റെ കേസിൽ അവിടെ ഒരു കോവാലന്റ് ബോണ്ട് ആണോ, അല്ല, അയോണിക് ബോണ്ട് ആണ് അല്ലെ. അയോൺസ് എപ്പോഴും അയോണിക് ബോണ്ടിലായിരിക്കും നിൽക്കുന്നത്. ഒരാൾ അവരുടെ ഇലക്ട്രോൺ മറ്റേയാൾക്ക് കൊടുക്കുന്നു, അപ്പൊ അയാൾ പോസിറ്റീവ് ആവുന്നു, മറ്റേയാൾ നെഗറ്റീവ് ആവുന്നു, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അയോണിക് ബോണ്ടാണ് ഇവരുടെ ഇടയിലുള്ളത്. ഇനിയും ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എനർജി കൊടുക്കണം, നമ്മൾ ഒരു പർട്ടിക്കുലർ എനർജി, അവരുടെ ആ ഒരു ബോണ്ടിന്റെ സ്ട്രെങ്തിനെ കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എനർജി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ എനർജിനെയാണ് നമ്മൾ ത്രെഷ് എനർജി എന്ന് വിളിക്കുക. ഓക്കെ, ദ മിനിമം എനർജി റിക്വയർ ടു ബ്രേക്ക് ദ ബോണ്ട് ഓഫ് അയോണിക് ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ആ ഒരു എനർജി, അതാണ് മിനിമം എനർജിനെ നമ്മൾ ത്രെഷ് എനർജി എന്ന് വിളിക്കുന്നത്.
അപ്പം നോർമലായിട്ട് ഒരു അയോണിക് ബോണ്ടിൽ നിൽക്കുന്ന ഒരു NaCl മെറ്റീരിയലിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവര് നോർമലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സമയത്ത് ഇവര് അയോണിക് ബോണ്ട് മേക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷേ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇഫ് വി അപ്ലൈ ദ ഇലക്ട്രിക് ഫീൽഡ് ലെസ് ദാൻ ദ ത്രെഷോൾഡ് ഫീൽഡ് then the bond act as a spring. എന്താ അവിടെ നമ്മൾ പറയുന്ന, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവരുടെ ബോണ്ടിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, പറ്റാത്ത അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ല നമ്മൾ കൊടുക്കുന്നത്. ത്രെഷോൾഡ് എനർജിനെക്കാട്ടിലും ചെറിയ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ ഇവിടോട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നു അല്ലേ. ഇവര് അവരുടെ ആ ഒരു മീൻ പൊസിഷനിൽ നിന്നുകൊണ്ട് NaCl അവരുടെ ആ ഒരു മീൻ പൊസിഷനിൽ നിന്നുകൊണ്ട് ഇവര് ബ്രേക്ക് ചെയ്യണോ വേണ്ടായോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എന്ത് ചെയ്യും, ഇവരൊന്ന് വൈബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യും എന്നൊക്കെ പറയാം. ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. അപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ അളവ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവര് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, അവർ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പം ഇലക്ട്രിക് ഫീൽഡിന്റെ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് Cl എല്ലാം കൂടി അങ്ങോട്ടേക്ക് ഓറിയന്റ് ചെയ്തേക്കും, സോഡിയം എല്ലാം കൂടി എന്ത് ചെയ്യും, നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ഓറിയന്റ് ചെയ്യും. അപ്പോൾ ഒരു സ്ട്രെച്ചിങ് ഉണ്ടാവും അല്ലെ, വൈബ്രേഷൻ അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം, സ്ട്രെച്ചിങ് ഓഫ് അയോണിക് ബോണ്ട് ഉണ്ടായിട്ട് ഇവരിങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഒരാൾ പോസിറ്റീവിന്റെ അടുത്തോട്ട് ഒരാൾ നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കും. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് പോളറൈസേഷനെയാണ് നമ്മൾ അയോണിക് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അയോണിക് പോളറൈസേഷൻ ആരുടെ കേസിൽ മാത്രമേ നടക്കത്തുള്ളൂ, അയോൺസിന്റെ കേസിൽ മാത്രമേ നടക്കത്തുള്ളൂ. NaCl അല്ലെങ്കിൽ അതുപോലെയുള്ള അയോണിക് ഒരു കാറ്റയോണും ആനയോണും ഉള്ള ഒരു കേസിൽ, ഒരു കോമ്പൗണ്ടിന്റെ കേസസിൽ മാത്രമേ, ഡൈലക്ട്രിക്സിന്റെ കേസിൽ മാത്രമേ അയോണിക് പോളറൈസേഷൻ നടക്കത്തുള്ളൂ. അപ്പം ഇവിടുത്തെ നിങ്ങൾ ഈ ഒരു ആദ്യത്തെ ആ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, ആ ഒരു ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് അതൊന്ന് പറഞ്ഞാൽ മതി. അറ്റോമിക് പോളറൈസേഷന്റെ കേസിൽ ആറ്റംസ് ആയിരുന്നു നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അയോൺസ് ആയിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. വണ്ണിനെ നോക്കിക്കഴിഞ്ഞാൽ ഓറിയന്റേഷൻ പോളറൈസേഷൻ. ഓറിയന്റേഷൻ പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചില്ലേ പോളാർ മോളിക്യൂൾസ്, അത് തന്നെയാണ് ഓറിയന്റേഷൻ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓറിയന്റേഷൻ പോളറൈസേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പോളാർ മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു പോളാർ മോളിക്യൂൾ. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ കൺസിഡർ ചെയ്യാം, H2O കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, അവരുടെ H പോസിറ്റീവ് O നെഗറ്റീവ് ഇവരുടെ സെന്റർ ഓഫ് മാസ് തമ്മിൽ എന്തുണ്ട്, ഒരു സെപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു ഡൈപോൾ ഉണ്ട്, ഡൈപോൾ മൊമെന്റ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡൈപോളുകളെല്ലാം പല ഡയറക്ഷനിലായിരിക്കും ഓറിയന്റ് ചെയ്ത് നിൽക്കുന്നത്. അതേ കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ ഈ ഡൈപോൾസ് എല്ലാം പല ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 0 ആയിരിക്കും അല്ലെ. ഒരാളുടെ എഫക്റ്റിനെ മറ്റേ ആൾ ക്യാൻസൽ ചെയ്യും, അതുകൊണ്ട് തന്നെ 0 ഡൈപോൾ മൊമെന്റ് ആയിരിക്കും. ഇവിടോട്ട് നമ്മൾ ഇനി ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഓറിയന്റേഷൻ മാറും അല്ലെ. എല്ലാവരും ഒരേ ഡയറക്ഷനിൽ നിരന്ന് നിൽക്കും അല്ലെ. പോസിറ്റീവ് എല്ലാം ഒരിടത്ത്, നെഗറ്റീവ് എല്ലാം ഒരിടത്ത് എന്നുള്ള രീതിയിൽ ഇവർ ഓറിയന്റ് ചെയ്ത് നിൽക്കും. ഇതാണ് ഓറിയന്റേഷണൽ പോളറൈസേഷൻ. പോളാർ മോളിക്യൂൾസിന്റെ കേസസിൽ കാണിക്കുന്ന പോളറൈസേഷൻ ആണ് ഓറിയന്റേഷൻ പോളറൈസേഷൻ. ഇതാണ് നമ്മുടെ മെയിൻ ടൈപ്പ് ഓഫ് പോളറൈസേഷൻസ്. ഇനി അത് ചിലയിടത്ത് പറഞ്ഞ് കണ്ടിട്ടില്ല, ചില ടെക്സ്റ്റസിലൊക്കെ ഇത് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇന്റർഫേഷ്യൽ പോളറൈസേഷൻ. ഇന്റർഫേഷ്യൽ പോളറൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സ്പേസ് ചാർജ് പോളറൈസേഷൻ എന്നും വിളിക്കും. ഓക്കെ, അപ്പം ഇന്റർഫേഷ്യൽ പോളറൈസേഷൻ അല്ലെങ്കിൽ സ്പേസ് ചാർജ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ മറ്റേ കേസസിലൊക്കെ നമുക്ക് എന്താ ആറ്റം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അയോൺസ് ആയിരുന്നു അല്ലെ, ഒരു ബൗണ്ടഡ് കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഫ്രീ ചാർജസ് ആയിരിക്കും. യൂഷ്വലി നമ്മൾ ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്താൽ അവിടെ എന്തുണ്ട്, പോസിറ്റീവ് ചാർജസ് ഉണ്ട്, നെഗറ്റീവ് ചാർജസ് ഉണ്ട്. ഇവരെല്ലാവരും എന്ത് ചെയ്യും, ബൗണ്ട് ചെയ്ത് നിൽക്കല്ല, ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന കേസസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർ പലരും പല ഓറിയന്റേഷൻസിലും ഡയറക്ഷൻസിലും ഒക്കെ ആയിരിക്കും പോയി നിൽക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജസ് എല്ലാം കൂടിയിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഡൈലക്ട്രിക് മെറ്റീരിയൽ. ഇതിനകത്ത് ഇലക്ട്രോൺസും പോസിറ്റീവ് ചാർജസും ഒക്കെ പല ഡയറക്ഷനിൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ചു, കണ്ടോ, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോഡിനെ നമ്മൾ ഇവിടെ വെച്ചു. ഇലക്ട്രോഡിന്റെ പോസിറ്റീവ് പ്ലേറ്റും ഇലക്ട്രോഡിന്റെ നെഗറ്റീവ് പ്ലേറ്റും. ഇവിടുന്ന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു മെറ്റീരിയലിനകത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ചാർജസ് എല്ലാം കൂടെ പോയിട്ട് ആ പോസിറ്റീവ് പ്ലേറ്റിന്റെ അവിടെ അങ്ങ് നിൽക്കും.
നെഗറ്റീവ് ആയിട്ടുള്ളവരെല്ലാവരും പോസിറ്റീവ് പ്ലേറ്റിന്റെ അവിടെ പോയി നിൽക്കും. പോസിറ്റീവ് ആയിട്ടുള്ളവരെല്ലാവരും വന്ന് ആ നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് വന്ന് ഓറിയന്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇന്റർഫേഷ്യൽ പോളറൈസേഷൻ എന്ന് വിളിക്കുക. ഇത് യൂഷ്വലി കാണുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മൾ ഈ കോമ്പൗണ്ട് ഡൈലക്ട്രിക്സ് ഒക്കെ എടുക്കുമ്പോഴാണ്. കോമ്പൗണ്ട് ഡൈലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ഡൈലക്ട്രിക് മെറ്റീരിയൽസിനെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ അമോർഫസ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ്, ഇങ്ങനെയൊക്കെയുള്ള കേസസിൽ ഇവിടെ ചാർജസ് ഈക്വൽ ആവണം എന്നില്ല അല്ലെ. നെഗറ്റീവ് ചാർജസും പോസിറ്റീവ് ചാർജസിന്റെ അളവൊക്കെ ഇംബാലൻസ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആണ് നമ്മൾ ഈ ഇന്റർഫേഷ്യൽ പോളറൈസേഷൻ പറയാറുള്ളത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൈപ്സ് ഓഫ് പോളറൈസേഷൻ. അപ്പം നിങ്ങൾക്ക് ഡെറിവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സാമിന് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ പറയുക. അതിൻ്റെ നീഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈപ്സ് ഓഫ് പോളറൈസേഷൻ. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടി ബാക്കിയുണ്ട്. കുറച്ച് ഇക്വേഷൻസ് ആൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.